നോമ്പ് സമയത്ത് അത്താഴത്തിനും അതുപോലെ വയറ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ, വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമാണ്. അതുപോലെ തന്നെ അത്താഴത്തിന് സമയത്ത് ഭക്ഷണം ഉണ്ടാക്കാൻ മടിയുള്ളവർക്ക്, വെയിറ്റ് ലൂസ് ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കൊക്കെ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക. ഓവർനൈറ്റ് ഓട്സ് ആണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഓട്സ് തന്നെയാണ്. ഓട്സ് ഹോൾ ഓട്സ് എടുക്കുക കേട്ടോ. വൈറ്റ് ഓട്സ് അല്ല, ഹോൾ ഓട്സ് അല്ലെങ്കിൽ റോൾഡ് ഓട്സ്, അതൊക്കെ നല്ലതാണ് കേട്ടോ. അതാണ് നമ്മൾ ഈ ഒരു റെസിപ്പിയിലോട്ട് എടുക്കുന്നത്. പിന്നെ നമുക്ക് ഇത്രയും ചേരുവകളാണ് നമ്മളിപ്പം ഇന്നത്തെ ഈ ഒരു റെസിപ്പിയിലോട്ട് ആവശ്യമുള്ളത്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുക്കാം. പിന്നെ ഇതുപോലെ ഒരു പാത്രം വേണം. ഇത് ഗ്ലാസിൻ്റെ പാത്രം തന്നെ വേണമെന്നില്ല, ഒരു അടപ്പുള്ള പാത്രം എടുക്കുക കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ 1/2 കപ്പ് ഹോൾ ഓട്സ് ആട്ടോ എടുത്തിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക, വൈറ്റ് ഓട്സ് അല്ല വേണ്ടത്, ഹോൾ ഓട്സ് അല്ലെങ്കിൽ റോൾഡ് ഓട്സ് കേട്ടോ. അത് ഹൈ ഇൻ ഫൈബർ, സോഴ്സ് ഓഫ് പ്രോട്ടീൻ ആണ്. അത് ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം, നമ്മുടെ വീഡിയോ ലെങ്തി ആയി പോകും. ഇനി ഇതിലോട്ട് വേണ്ടത് 1/2 കപ്പ് തന്നെ പാലാണ്. ലോ ഫാറ്റ് പാൽ തന്നെ യൂസ് ചെയ്യുക മാക്സിമം. ഇനിയിപ്പോൾ കിട്ടുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് സാധാ പാൽ യൂസ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് നേരിട്ട് പാൽ യൂസ് ചെയ്യാം, അല്ലാത്തത് ഫ്രഷ് പാലാണെങ്കിൽ ഒന്ന് തിളപ്പിച്ചിട്ട് വേണം അതിലോട്ട് ചേർത്ത് കൊടുക്കാൻ. പിന്നെ വേണ്ടത് തൈരാണ്. നല്ല പുളിയുള്ള തൈരല്ല കേട്ടോ, ഗ്രീക്ക് യോഗേർട്ടാണ് വേണ്ടത്. അത് 1/4 കപ്പാണ് ചേർത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നാട്ടിലൊക്കെ കിട്ടുന്ന മിൽക്കി മിസ്റ്റ് ഉണ്ടല്ലോ, അധികം പുളിയില്ലാത്ത തൈരുണ്ടല്ലോ, ഒരു ടിന്നിൽ വരുന്നത്, അതാണ് യൂസ് ചെയ്യുന്നത്. എല്ലാം കൂടി നന്നായിട്ട് കമ്പൈൻ ചെയ്ത് കൊടുക്കുക. തൈര് നല്ലൊരു ക്രീമി ടെക്സ്ചർ കിട്ടും. അതുപോലെ തന്നെ അധികം പുളിയില്ലാത്ത തൈരും തേനും എല്ലാം കൂടി ഉള്ളൊരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, നല്ല ടേസ്റ്റ് ആട്ടോ. എനിക്ക് എൻ്റെ ഓവർനൈറ്റ് ഓട്സിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആണ് ഈ ഒരു റെസിപ്പി കേട്ടോ. പിന്നെ 1 ടീസ്പൂണോളം ചിയ സീഡിന് ഒരുപാട് ഗുണങ്ങളുണ്ട്, വയറ് കുറയ്ക്കാനും വെയിറ്റ് കുറയ്ക്കാനും ഒക്കെ കേട്ടോ. അതുപോലെ തന്നെ തേന്, അതും 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. നല്ല ഒറിജിനൽ തേൻ തന്നെ ചേർക്കുക. എല്ലാം കൂടി നന്നായിട്ട് കമ്പൈൻ ചെയ്ത ശേഷം പോംഗ്രനേറ്റിൻ്റെ സീഡ്, അതായത് ഉറുമാമ്പഴം, അത് കുറച്ച് മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വാൾനട്ട് ഒരു 3 എണ്ണം കഷ്ണങ്ങളാക്കിയത്, ബദാം സോക്ക് ചെയ്തിട്ട് തൊലി കളഞ്ഞത്, അതും കഷ്ണങ്ങളാക്കിയത് കേട്ടോ. ഇനിയിപ്പോൾ നേരെ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ വെയിറ്റ് ലോസിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ ഈ ചേർത്തിട്ടുള്ളത്. അപ്പം അറിയാത്തവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് ഗൂഗിൾ ചെയ്യുക, നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലെങ്തി ആവും, അതാണ് കേട്ടോ പറയാത്തത്. അപ്പോൾ എന്തായാലും ഇത് ഓവർനൈറ്റ് വയ്ക്കുക. ഇതെല്ലാം കൂടി അടച്ചിട്ട് ഫ്രിഡ്ജിലാണ് നമ്മൾ ഓവർനൈറ്റ് വെക്കേണ്ടത്. ഒരു 8 മണിക്കൂറൊക്കെ വെക്കുക. അതിന് ശേഷം യൂസ് ചെയ്യുക കേട്ടോ. അപ്പം ഫ്രിഡ്ജിൽ തന്നെ വെക്കണം, പുറത്ത് വെക്കരുത് കേട്ടോ. പലരും മുമ്പത്തെ റെസിപ്പിയിൽ ഞാനത് പറയാൻ വിട്ടുപോയി, ഫ്രിഡ്ജിൽ വെക്കാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച ശേഷം നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് പറയൂ കേട്ടോ. അത് കുക്ക് ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല. അതും പലർക്കുള്ള ഡൗട്ടാണ്, കുക്ക് ചെയ്യാണ്ട് ഓട്സ് കഴിക്കാൻ പറ്റുമെന്നൊക്കെ. അതിൻ്റേതായ ഗുണങ്ങളുണ്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അത്താഴത്തിനൊക്കെ നമുക്ക് രാത്രി കിടക്കാൻ നേരം ഇതുപോലെ ആക്കി വെച്ചാൽ നേരെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് കഴിച്ചാൽ മതി. അപ്പം ഭയങ്കര സിമ്പിളാണ്, നല്ല പവർഫുള്ളാണ്. എന്താ പറയുക, ഒരുപാട് നേരം വിശക്കാണ്ടിരിക്കുകയും ചെയ്യും. അതിൻ്റെ കൂടെ വെയിറ്റ് കുറയും ചെയ്യും. ശരിക്കും ഈ ഓവർനൈറ്റ് ഓട്സ് അത്താഴത്തിനായിട്ടുള്ള റെസിപ്പി അല്ല കേട്ടോ. അത് നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അത്താഴത്തിന് നമുക്ക് ഭയങ്കര സിമ്പിളാണ്, പെട്ടെന്ന് എടുത്ത് കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഒരുപാട് നേരം വിശക്കാണ്ടിരിക്കാൻ പറ്റിയ സോഴ്സ് ഓഫ് പ്രോട്ടീനാണ്, ഹൈ ഇൻ ഫൈബറാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ.